1891 യൂറോപ്യൻ രാജ്യമായിട്ടുള്ള ഡെൻമാർക്കിൽ നിന്ന് വിചിത്രമായ ഒരു പാത്രം, വെള്ളിപ്പാത്രം കണ്ടെത്തുകയുണ്ടായി. ഇത് അറിയപ്പെടുന്നത് ഗാൻസ്ട്രപ്പ് കോൾഡ്രൺ എന്ന പേരിലാണ് ഈ ഒരു പാത്രം അറിയപ്പെടുന്നത്. നിലവില് ഇത് ഡെൻമാർക്കിലെ നാഷണൽ മ്യൂസിയം ഓഫ് ഡെൻമാർക്കിലാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു കോൾഡ്രൺ പൂർണ്ണമായിട്ടുള്ള ഒന്നല്ല, എന്ന് വെച്ചാൽ ഇതൊരു വലിയ പാത്രത്തിന്റെ ഒരു ബേസ് പ്ലേറ്റ് എന്ന് വിളിക്കാവുന്ന ഒന്നാണ്. ശാസ്ത്രീയമായിട്ട് തന്നെ ഈ ഒരു പാത്രത്തിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുകയുണ്ടായി. അപ്പോൾ ഇതിന്റെ കാലഘട്ടം ഏകദേശം BC 2-ാം നൂറ്റാണ്ടിനും AD 1-ാം നൂറ്റാണ്ടിനും ഇടയിലാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഏതാണ്ട് ചരിത്രകാരന്മാരും ഗവേഷകരുമൊക്കെ BC 1-ാം നൂറ്റാണ്ട് എന്ന ഒരു നിഗമനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. അതായത് ഇന്നേക്ക് ഏതാണ്ട് 2100 വർഷം മുമ്പാണ് ഈ ഒരു വെള്ളിപ്പാത്രം കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വെള്ളിപ്പാത്രത്തിന് ഒരു സവിശേഷതയുണ്ട്. ഇത് ഇതേ രൂപത്തിലല്ല കിട്ടിയത്, പല പല കഷ്ണങ്ങളായിട്ട് കിടക്കുകയായിരുന്നു. അതിനെ കൂട്ടിച്ചേർത്ത് ഈ രൂപത്തിലേക്ക് ആക്കിയെടുക്കുകയാണ് ഉണ്ടായത്. ഇതിന്റെ പൂർണ്ണമായ ഭാഗങ്ങൾ ലഭിച്ചിട്ടില്ല. അപ്പൊ ലഭിച്ച ഭാഗങ്ങളെല്ലാം കൂടി എടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. സോ ഇതിനകത്ത് പല പല പ്ലേറ്റുകളുണ്ട്. പ്ലേറ്റ് A, B, C, D ഇങ്ങനെയുള്ള പല പ്ലേറ്റുകളുണ്ട്. ധാരാളം ചിത്രപ്പണികളും കൊത്തുപണികളും ഇതിനകത്ത് കാണാം. ഒരുപാട് രൂപങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇതിൽ പ്ലേറ്റ് Aയിലേക്ക് ഒന്ന് നോക്കാം. ഈ പ്ലേറ്റ് A കണ്ട ഗവേഷകർ അമ്പരന്ന് പോയി. അതിന് കാരണം അതിലുള്ള സവിശേഷമായ ഒരു ചിത്രമാണ്. അതായത് ഒരു പാമ്പിന്റെ കഴുത്തിൽ പിടിച്ച് ധ്യാനിക്കുന്ന പൊസിഷനിലിരിക്കുന്ന 2 കൊമ്പുകൾ പോലെയുള്ള കിരീടം വച്ചിട്ടുള്ള ഒരു ദൈവത്തെ കാണാൻ പറ്റും. അതിന് ചുറ്റും, അദ്ദേഹത്തിന് ചുറ്റുമായിട്ട് കുറെ മൃഗങ്ങളെയും കാണാൻ കഴിയും. ഇത് ചരിത്രകാരന്മാരെ ഞെട്ടിക്കാനുണ്ടായ സാഹചര്യം, ഇതേ മാതൃകയിലുള്ള സമാനമായ ഒരു ചിത്രം, ഒരു കൊത്തുപണി ഇതിനു മുമ്പ് ഗവേഷകർ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് 4500 വർഷം പഴക്കമുള്ള ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഭാഗമായിട്ട് നടത്തിയ തിരച്ചിലിൽ കണ്ടെടുത്ത പശുപതി സീലിനോട് ഏതാണ്ട് 100% സാദൃശ്യം പുലർത്തുന്ന ഒരു കൊത്തുപണിയാണ് ഈ വെള്ളിപ്പാത്രത്തിൽ കാണാൻ കഴിഞ്ഞത്. നമുക്ക് മതവിശ്വാസം, ദൈവവിശ്വാസം ആരുടേതാണ് വലുത്, ആരുടേതാണ് ചെറുത് എന്നുള്ളതൊക്കെ വിടാം. സംസ്കാരങ്ങൾ എന്ന നിലയിൽ നമുക്ക് ഈ വിഷയത്തെ നോക്കിക്കാണാം. അപ്പൊ ഇന്നേ വരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പുരാതനമായ സംസ്കാരങ്ങളിലൊന്നും ഏറ്റവും ആദ്യത്തെ മതമെന്നും അറിയപ്പെടുന്ന ഹിന്ദു മതത്തിലെ പ്രധാനപ്പെട്ട ദൈവങ്ങളിൽ ഒരാളായിട്ടുള്ള ശിവന്റെ ധ്യാനിക്കുന്ന പൊസിഷനിലുള്ള ഒരു പശുപതി സീല് കണ്ടെടുത്തത് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്നാണ്. അതിന്റെ കാലപ്പഴക്കം പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 4500 വർഷത്തോളം പഴക്കം ഏറ്റവും കുറഞ്ഞത് അതിനുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ആ പശുപതി സീലിനോട് ഏതാണ്ട് 100% തന്നെ സാദൃശ്യം പുലർത്തുന്ന ഒരു ചിത്രമാണ് 2100 വർഷം പഴക്കമുള്ള യൂറോപ്യൻ സിൽവർ പാത്രത്തിൽ കാണാൻ കഴിഞ്ഞത്. ഇത് തികച്ചും വിചിത്രമായ ഒരു കാര്യമാണ്. കാരണം ഈ ഇൻഡസ് വാലി കൾച്ചർ അല്ലെങ്കിൽ ഹിന്ദു കൾച്ചർ എന്ന് പറയുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ മാത്രം ഉണ്ടായിരുന്നതാണ് എന്ന് സായിപ്പന്മാർ ലോകത്തോട് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഈ ഒരു പാത്രം കിട്ടുന്നത്. അന്ന് ഇന്നത്തെ പോലെ ഇന്റർനെറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു മ്യൂസിയത്തിൽ മാത്രമായിട്ട് അത് ഒതുങ്ങി. പിൽക്കാലത്ത് പല ഗവേഷകരും അതിനെ ചർച്ചകൾക്ക് എടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യയിലടക്കം ഇങ്ങനെ ഒരു സാധനത്തെക്കുറിച്ച് വലിയ വാർത്തകളൊന്നും എവിടെയും കാണാൻ കഴിയില്ല, വലിയ ലേഖനങ്ങളൊന്നും കാണാൻ കഴിയില്ല. ആരും ഈ ഒരു സിമിലാരിറ്റിയെ കുറിച്ച് പറയുന്നതായിട്ട് കാണുന്നില്ല. വളരെ അപൂർവം മാത്രം ഡേറ്റയാണ് ഇന്റർനെറ്റിൽ പോലും ഉള്ളത്. അപ്പൊ ഈ ഡെൻമാർക്ക് എന്ന് പറയുന്ന രാജ്യം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതൊരു സ്കാൻഡിനേവിയൻ രാജ്യമാണ്. അങ്ങ് നോർവേയുടെ അടുത്ത് കിടക്കുന്ന രാജ്യമാണ്, ബ്രിട്ടന്റെ അടുത്ത് കിടക്കുന്ന രാജ്യമാണ്. അല്ലാതെ ഇപ്പോ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എവിടെയാണ്? നമ്മൾ ഗൂഗിൾ മാപ്പ് എടുത്തൊന്ന് നോക്കിയാൽ മതി. ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ തുർക്കിയിലോ ഗ്രീസിലോ, ഇപ്പൊ ഗ്രീസിലൊക്കെ നമുക്ക് സമാനമായിട്ടുള്ള ഒരുപാട് എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഇറ്റലിയിലോ ഒക്കെയാണ് കണ്ടുപിടിക്കുന്നെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാം അതൊക്കെ പിന്നെയും കുറച്ചും കൂടി വേണമെങ്കിൽ ഏഷ്യയോട് അടുത്താണെന്നൊക്കെ വേണമെങ്കിൽ പറയാലോ, ഇപ്പോ നമ്മുടെ ഗ്രീസും തുർക്കിയും ഒക്കെ. പക്ഷെ ഇത് അങ്ങ് ഡെൻമാർക്കിൽ, ഞാനിവിടെ മാപ്പ് വയ്ക്കാം, ഇന്ത്യ എവിടെ കിടക്കുന്നു, ഡെൻമാർക്ക് എവിടെ കിടക്കുന്നു എന്ന് നോക്കണം. അത്ര ഡിസ്റ്റൻസ് ഉണ്ട്. ഡെൻമാർക്കിൽ നിന്നാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഡെൻമാർക്ക് ഉൾപ്പെടെയുള്ള യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും ത്രേഷ്യൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം മനുഷ്യർ ജീവിച്ചിരുന്നു. ഇവരെ പൊതുവെ വെസ്റ്റേൺ ആളുകൾ പറയുന്നത് ഇൻഡോ യൂറോപ്യൻ മനുഷ്യരായിട്ടാണ്, അതായത് ഇൻഡോ യൂറോപ്യൻ ഭാഷ സംസാരിച്ചിരുന്ന മനുഷ്യരായിട്ടാണ്. സോ ഇവര് ഏതാണ്ട് 1-ാം നൂറ്റാണ്ട് വരെയും ഒക്കെ അവരുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്തിരുന്ന മനുഷ്യരാണ്. അപ്പൊ ഇവരുടെ കാലഘട്ടത്തിലാണ് ത്രേഷ്യൻസ് ആണ് ഇത് നിർമ്മിച്ചത് എന്ന്, ഈ ഒരു വെള്ളി പാത്രം നിർമ്മിച്ചത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. യൂറോപ്പിലെ അയൺ ഏജ് കാലഘട്ടത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ സിൽവർ വർക്കായിട്ടാണ് ഈ പാത്രത്തെ കാണുന്നത്. അപ്പൊ അത്രയും വലിയൊരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഈ ഒരു പാത്രത്തിനുണ്ട്. സോ ഇത് ഈ ത്രേഷ്യൻസ് എന്ന് പറയുന്ന മനുഷ്യരാണ് നിർമ്മിച്ചത്.
പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ 1-ാം നൂറ്റാണ്ടൊക്കെ ആവുന്ന സമയത്ത്, അതായത് ക്രിസ്തു വർഷം 1-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് റോമൻ സാമ്രാജ്യം ഈ ത്രേഷ്യൻ വിഭാഗത്തെ ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും പിന്നീട് അവരെ റോമൻ പൗരന്മാരാക്കി മാറ്റുകയും ചെയ്തു. പിൽക്കാലത്ത് അവരുടെ ഭാഷയ്ക്ക് പകരം ലാറ്റിൻ ഭാഷ പ്രചാരത്തിലായി. പിൽക്കാലത്ത് റോമക്കാർക്ക് ശേഷം സ്ലാവ് വംശജരും അതുപോലെ ബൾഗാർ വംശജരും ഒക്കെ ആയിട്ട് ഈ പ്രദേശങ്ങളിലേക്ക് കുടിയേറുകയും ഇവര് പുതിയ പുതിയ ഗ്രൂപ്പുകളും ഇവരും തമ്മിൽ ഒന്നു ചേർന്നിട്ട് കൂട്ടിക്കലർന്നുകൊണ്ട് അവരുടെ ആ ഒരു ത്രേഷ്യൻ ഐഡന്റിറ്റി പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയും മറ്റ് ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ട് അത് മാറുകയും ചെയ്തു എന്നാണ് കരുതപ്പെടുന്നത്. ഈ ത്രേഷ്യൻ വിഭാഗം ഗ്രീസ്, തുർക്കി ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ വടക്കൻ ഭാഗങ്ങളിലൊക്കെ ഇവരുടെ ഒരു വംശപാരമ്പര്യം ഇന്നുമുണ്ട്. അപ്പൊ ഈ ത്രേഷ്യൻ കൾച്ചറൊക്കെ പിന്നീട് പിൽക്കാലത്ത് പല രൂപത്തിൽ മാറ്റത്തിന് വിധേയമായിട്ടുണ്ട്. ഒരു കാലത്ത് യൂറോപ്പ് വരെ വ്യാപിച്ചിരുന്നതായിരിക്കാം ഇന്ത്യൻ കൾച്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം പശുപതി സീൽ എന്ന് പറയുന്നത് ഏകദേശം 4500 വർഷം പഴക്കമുള്ളതാണ്. എന്നാൽ നമുക്ക് ഡെൻമാർക്കിൽ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു വെള്ളി പാത്രത്തിലെ പശുപതി എന്ന് പറയുന്നത് ഏതാണ്ട് 2100 വർഷം മാത്രം പഴക്കമുള്ളതാണ്. അപ്പോൾ ഏതാണ്ട് 2100 വർഷം മുമ്പ് വരെയൊക്കെ തന്നെ ഇന്ത്യൻ കൾച്ചർ യൂറോപ്പിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. പലരും പറയുന്ന ഒരു കാര്യമാണ് ഈ പശുപതി എന്ന് പറയുന്നത് ശിവനാണെന്ന് എങ്ങനെ ഉറപ്പിക്കാമെന്ന്. അതായത് പശുപതിയും ശിവനും ഒന്ന് തന്നെയാണ്. അത് കൃത്യമായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ എവിഡൻസ് അതിനകത്തുണ്ട്. അതിലേക്ക് വരുന്നതിന് മുന്നേ ഈ ത്രേഷ്യൻ വിഭാഗം ഉണ്ടല്ലോ, ത്രേഷ്യൻ വിഭാഗം അവരുടെ ഒരു ദൈവമുണ്ട് സബാസിയോസ്. ഈ സബാസിയോസും ശിവനും ഏതാണ്ട് ഒരേ ദൈവമായിട്ട് കണക്കാക്കുന്നുണ്ട്. ശരിക്കും സബാസിയോസിനെ പലപ്പോഴും ഈ കാളയുടെ കൊമ്പുള്ള ആ ഒരു കിരീടം വച്ച രീതിയിലൊക്കെയാണ് ചിത്രീകരിക്കാറുള്ളത്, ശിവന്റെ വാഹനമായിട്ടുള്ള നന്ദിയെ പോലെ. അപ്പൊ രണ്ടുപേരും പ്രകൃതിയുടെ വന്യതയെയും ആനന്ദത്തെയും പ്രതിനിധീകരിക്കുന്നവരാണ്. പൗരാണിക ഗ്രീക്ക് സഞ്ചാരികൾ ഇന്ത്യയിൽ എത്തിയപ്പോൾ ശിവനെ കണ്ടത് അവരുടെ ഡയോനിസസ് എന്ന് പറയുന്ന ദൈവമായിട്ടായിരുന്നു. അപ്പൊ ശിവൻ എന്ന് പറയുന്നത് പുരാതന കാലഘട്ടം മുതൽ തന്നെ നിലനിന്നിരുന്നൊരു ദൈവമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയും. അതായത് യൂറോപ്പിൽ വരെ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ ആരാധിച്ചിരുന്ന ഒരു ദൈവമായിരുന്നു ശിവൻ. ശിവനെ കുറിച്ച് വേദങ്ങളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടല്ല, ഇതിനെ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ എവിഡൻസിന്റെ ഒക്കെ ബേസിസിൽ മാത്രമാണ് പറയുന്നത്. വിശ്വാസം അത് വേറൊരു വഴിയിൽ നിർത്തി ചിന്തിക്കുക. അപ്പൊ ഇവിടെ ശിവനെ കുറിച്ച് ഋഗ്വേദത്തിൽ പരാമർശമുണ്ട്. അപ്പോൾ ഏറ്റവും പഴക്കം ചെന്ന എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമാണ് ഋഗ്വേദം എന്ന് പറയുന്നത്. BC 1500 മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമായിട്ടാണ് ഇതുവരെയുള്ള എവിഡൻസിന്റെ ബേസിസിൽ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ ഏതാണ്ട് 3500-4000 വർഷം പഴക്കമുള്ള ഗ്രന്ഥമാണ്. ആ ഒരു ഋഗ്വേദത്തില് ശിവനെ കുറിച്ച് പറയുന്നുണ്ട്. വേദങ്ങളില് ശിവൻ എന്ന പേര് മാത്രമല്ല, പശുപതി എന്ന പേരും രുദ്രൻ എന്ന പേരും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഒന്നാണ് എന്ന് എങ്ങനെ മനസ്സിലാവും? അതാണല്ലോ എല്ലാവരുടെയും സംശയം. ഈ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് പശുപതി സീൽ കിട്ടിയപ്പോൾ ശിവൻ ധ്യാനത്തിലിരിക്കുന്ന ഒരു ചിത്രമാണെന്ന് പറഞ്ഞപ്പോ പലരും ആദ്യം ചോദിച്ചത്, അതിന് ശിവന് ഈ പശുപതി അല്ലെങ്കിൽ ആനിമൽസിന്റെ ദൈവം എന്ന ഒരു പേരുണ്ടോ? അങ്ങനെ ചരിത്രകാരന്മാർ പരിശോധിക്കുമ്പോൾ ഇത് കണ്ടെത്തുന്നത് വേദങ്ങളിലാണ്. അതായത് യജുർവേദത്തിലും ഋഗ്വേദത്തിലും സാമവേദത്തിലുമെല്ലാം ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്. 3500 വർഷത്തിലേറെ പഴക്കമുള്ള ഇതുവരെ കണ്ടെത്തപ്പെട്ടിട്ടുള്ള വേദങ്ങളിൽ രുദ്രന്റെ 8 പ്രധാന ഭാവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. രുദ്രൻ എന്ന് പറയുന്നത് ശിവൻ തന്നെയാണ്. 8 പ്രധാന ഭാവങ്ങൾ അഥവാ അഷ്ടമൂർത്തികളിൽ ഒന്ന് പശുപതിയാണെന്ന് വ്യക്തമാവുന്നുണ്ട്. ശ്രീരുദ്രത്തിൽ നമ പശുപതയേ ച എന്ന ഒരു പ്രയോഗമുണ്ട്. അതായത് മൃഗങ്ങളുടെ നാഥനായ നിനക്ക് നമസ്കാരം എന്ന് ഈ ഒരു പ്രയോഗം ആവർത്തിച്ച് തന്നെ യജുർവേദത്തിലെ ശ്രീരുദ്ര എന്ന് പറയുന്ന സെക്ഷനിൽ പലതവണയായിട്ട് പറയുന്നുണ്ട്. ശ്രീരുദ്രം അല്ലെങ്കിൽ ശതരുദ്രീയം എന്ന് പറയുന്ന അറിയപ്പെടുന്ന ആ ഒരു പോർഷൻ എടുത്തു നോക്കിയാൽ മതി. അവിടെ നമ പശുപതയേ ച എന്ന് പറയുന്നത് മൃഗങ്ങളുടെ നാഥനായ നിനക്ക് നമസ്കാരം എന്നാണ്. അത് രുദ്രന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണങ്ങളിൽ ഒന്നാണ്. ഇതിൽ നിന്ന് രുദ്രനും പശുപതിയും ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. രുദ്രനും പശുപതിയും ശിവനും ഒക്കെ ഒരു ദൈവത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് എങ്ങനെ പറയാൻ പറ്റും? വേദങ്ങളിലെ പശുപതിയും ഇന്നത്തെ ശിവനും ഒന്നാണെന്ന് ഉറപ്പിക്കാനായിട്ടുള്ള കൃത്യമായ തെളിവും ഇതേ വേദങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. ഋഗ്വേദത്തിൽ ശിവൻ എന്ന പേര് പുതിയ ഏതെങ്കിലും ഒരു ദൈവത്തെ സൂചിപ്പിക്കാനല്ല, മറിച്ച് മംഗളകരമായത് എന്ന ഗുണത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേദങ്ങളിൽ ഭയങ്കരനായ ദൈവം എന്നാണ് രുദ്രനെ കുറിച്ച് പറയുന്നത്. എന്ന് വെച്ചാൽ ഉഗ്ര കോപിഷ്ഠനായിട്ടുള്ള ദൈവം. പ്രത്യേകിച്ച് യജുർവേദത്തിലെ ശതരുദ്രീയത്തിൽ രുദ്രനെ പശുപതി എന്നും ശിവൻ എന്നും ഒരുപോലെ വിളിക്കുന്നുണ്ട്. അതായത് ശിവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മംഗളകാരി എന്ന അർത്ഥത്തിലാണ്. വേദങ്ങളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കോപിഷ്ഠനായിട്ടുള്ള രുദ്രനെ കോപം തണുപ്പിക്കാനായിട്ട് മംഗളകാരി എന്ന് വിളിക്കാറുണ്ട്. അതാണ് ശിവൻ.
അത് കൃത്യമായിട്ട് വേദങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ വേദങ്ങളിൽ പറയുന്നതനുസരിച്ച് പശുപതിയും രുദ്രനും ശിവനും ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ കണ്ടെത്തിയ പശുപതി സീൽ എന്ന് പറയുന്നത് ശിവനാണെന്ന് സ്ഥിരീകരിക്കുന്നത്. അതുകൊണ്ടാണ് 2100 വർഷം മുമ്പ് ഡെൻമാർക്കിൽ നിന്ന് കണ്ടെത്തിയ ആ വെള്ളിപ്പാത്രത്തിൽ കൊത്തിവെച്ചിരിക്കുന്നതും പശുപതിയും അഥവാ ശിവനുമാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. ഇനി പശു എന്ന് പറയുന്നത് മൃഗങ്ങൾ എന്ന അർത്ഥം മാത്രമല്ല അതിനകത്തുള്ളത്, അതിനകത്ത് താത്വികമായ ഒരു അർത്ഥം കൂടിയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഉപനിഷത്തുകൾ എത്തുമ്പോഴേക്കും ആ താത്വിക അർത്ഥം നമുക്ക് കാണാൻ പറ്റും. ഏതാണ്ട് 2600 വർഷം മുമ്പാണ് ഉപനിഷത്തുകളെ കുറിച്ചുള്ള എവിഡൻസ് നമുക്ക് ആദ്യമായിട്ട് കാണാൻ കഴിയുന്നത്. അതിന് മുമ്പ് ഉണ്ടായിരുന്നോ എന്ന് നമുക്കറിയില്ല. ഉപനിഷത്തുകളിൽ പറയുന്നതനുസരിച്ച് പതി എന്ന് പറയുന്നത് ദൈവം അഥവാ ഈശ്വരനാണ്. പശു എന്ന് പറയുന്നത് ജീവാത്മാവാണ്. മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളും എന്ന അർത്ഥമാണ് അതിനുള്ളത്. പാശം എന്ന് പറയുന്നത് ബന്ധനമാണ്. അപ്പോ ഈ ബന്ധനങ്ങളിൽ നിന്ന് ജീവികളെ മോചിപ്പിക്കുന്നവനാണ് പശുപതിയായ ശിവൻ എന്നാണ് ശൈവ സിദ്ധാന്തത്തിൽ പറയുന്നത്. ലോകത്ത് ഒട്ടാകെയായിട്ട് ശിവന് ആയിരക്കണക്കിന് പേരുകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതില് പശുപതി, ശിവൻ അല്ലെങ്കിൽ രുദ്രൻ അങ്ങനെയുള്ള പേരുകൾ വേദങ്ങൾ മുതൽ തന്നെ വിളിച്ചു വരുന്ന പേരുകളാണ്. അപ്പോൾ നേപ്പാളിലെ പ്രശസ്തമായ പശുപതിനാഥ ക്ഷേത്രമൊക്കെ ഒരു വലിയ ഉദാഹരണമാണ്. യജുർവേദത്തിനകത്ത് ഏതാണ്ട് BC 1200 കാലഘട്ടത്തിന് മുന്നേ എഴുതപ്പെട്ടിട്ടുള്ള യജുർവേദം ഏതാണ്ട് 3200 വർഷം മുമ്പാണ്. ഈ യജുർവേദത്തിനകത്ത് കൃത്യമായിട്ട് നമശിവായ എന്ന പ്രയോഗമുണ്ട്. ഒരുപക്ഷെ നമുക്ക് ഇന്നുവരെ ഹിസ്റ്റോറിക്കലി കണ്ടെത്തിയിട്ടുള്ള എവിഡൻസിൽ ആദ്യമായിട്ട് ഈ നമശിവായ എന്ന പ്രയോഗം കാണുന്നത് യജുർവേദത്തിലാണ്. യജുർവേദത്തിലെ ശ്രീ രുദ്രം എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ തന്നെയാണ് നമശിവായ എന്ന ഒരു പ്രയോഗം ആദ്യമായിട്ട് കാണുന്നത്. യജുർവേദത്തിൽ ആ വാക്യം ഇപ്രകാരമാണ്: നമശിവായ ച ശിവതരായ ച. അങ്ങനെയാണ് ആ ഒരു വാക്ക്. അത് സംസ്കൃതം ഇങ്ങനെയാണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും മംഗളകരമായവന് നമസ്കാരം, കൂടുതൽ മംഗളങ്ങൾ നൽകുന്നവന് നമസ്കാരം എന്നാണ് പറയുന്നത്. ശരിക്കും ശിവ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം, ആ ഒരു വിശേഷണം മംഗളകരമായവൻ എന്നാണ്, ദയാലു ആയവൻ എന്നാണ്. ഉഗ്രകോപിയായിട്ടുള്ള കോപിഷ്ടനായിട്ടുള്ള രുദ്രനോട് പ്രാർത്ഥിക്കുകയാണ്, മംഗളകരമായവനെ, ദയാലു ആയവനെ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണ് ശിവൻ എന്ന് വിളിക്കുന്നത്. അതാണ് ആ ഒരു രുദ്രൻ ശിവനായി മാറുന്നതും. അതുപോലെ എല്ലാത്തിൻ്റെയും നാഥനായിട്ടുള്ള പശുപതി എന്നുള്ള രീതിയിലാണ് ദൈവം എന്നുള്ള അല്ലെങ്കിൽ ഈശ്വരൻ എന്ന രീതിയിലാണ് പശുപതി എന്ന് വിളിക്കുന്നത്. മൃഗങ്ങളുടെ മാത്രമല്ല, മനുഷ്യരുടെയും എന്നുള്ള അർത്ഥം കൂടി അവിടെ ഉണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ എന്ന വാക്കും ശിവ എന്ന വാക്കും ആദ്യമായിട്ട് പ്രയോഗിച്ചിരിക്കുന്നത് യജുർവേദത്തിലാണ്, BC 1200 മുമ്പ്. ഞാനിതിവിടെ പറയാൻ കാരണം ഇതെല്ലാം ഇന്നും ഉപയോഗിച്ചു പോകുന്ന കാര്യങ്ങളാണ്. ദൈവമുണ്ടോ ഇല്ലയോ അതെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മുടെ ഒരു കൾച്ചർ എത്രത്തോളം പഴക്കമുള്ളതാണ് എന്നത് സൂചിപ്പിക്കാനാണ് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞത്. തുടർച്ചയായിട്ട് 4000-5000 വർഷമായിട്ട് ആർക്കിയോളജിക്കൽ എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു കൾച്ചറാണത്. ഇപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഏകദേശം 4500 വർഷം മുമ്പ്, 5000 വർഷം മുമ്പ് നിലനിന്നിരുന്ന ഒരു സംസ്കാരമാണ്. അവിടെ നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഹൈന്ദവർ ആരാധിക്കുന്ന ദൈവങ്ങളിൽ ഒന്ന് ശിവനാണ്. അതേ ശിവനെ തന്നെ നമുക്ക് ഗ്രീക്ക് കൾച്ചറിൽ കാണാൻ പറ്റും, യൂറോപ്യൻ കൾച്ചറിൽ കാണാൻ പറ്റും, വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ വെള്ളിപ്പാത്രത്തിൽ ഉൾപ്പെടെ കാണാൻ പറ്റും. അപ്പോൾ ഒരു കാലത്ത് ഒരുപക്ഷെ വ്യാപകമായിട്ട് ആരാധിക്കപ്പെട്ടിരുന്ന ദൈവമായിരിക്കാം പശുപതി അല്ലെങ്കിൽ ശിവൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നിന്ന് പല ഭാഗങ്ങളിലേക്കും പ്രചരിച്ച അത് പിൽക്കാലത്ത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ മാത്രമായി മാറുകയും ഇപ്പൊ യൂറോപ്പ് അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് മറ്റ് സംസ്കാരങ്ങൾ ഉണ്ടായി വരികയുമായിരിക്കാം ഉണ്ടായത്. ഇന്നിപ്പോ അത് ഇന്ത്യയിൽ ഒട്ടാകെ നിലനിൽക്കുന്ന ഒരു കൾച്ചർ തന്നെയാണ്. സോ അത് പലരും പറയാറുണ്ട് ബുദ്ധിസമാണ് ആദ്യം ഉണ്ടായെന്നൊക്കെ. അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. ഈ ബുദ്ധിസവും ഹൈന്ദവം അല്ലെങ്കിൽ ജൈന മതം എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് ധാർമ്മിക് റിലീജിയൻസ് എന്നാണ് അറിയപ്പെടുന്നത്. കോ എക്സിസ്റ്റ് ചെയ്തതാണ്. ഒരേ കാലഘട്ടത്തിൽ തന്നെ ഇവ നിലനിന്നിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ പരസ്പരം പോരടിച്ചിട്ടുണ്ട്. ഹൈന്ദവ ക്ഷേത്രങ്ങൾ ബുദ്ധക്ഷേത്രങ്ങളായിട്ടും ബുദ്ധക്ഷേത്രങ്ങൾ ഹൈന്ദവ ക്ഷേത്രങ്ങളായിട്ടും മാറിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നായ, ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നെന്നറിയപ്പെടുന്ന അങ്കോർ വാട്ട് ക്ഷേത്രം അതൊരു ഹൈന്ദവ ക്ഷേത്രമായിരുന്നു. പിൽക്കാലത്ത് അതൊരു ബുദ്ധക്ഷേത്രമായിട്ട് മാറി. ഇപ്പോഴും അവിടെ ആദ്യം സ്ഥാപിക്കപ്പെട്ട വൈഷ്ണവ ക്ഷേത്രത്തിന്റെ വിഗ്രഹങ്ങളും അവശേഷിപ്പുകളും ഒക്കെ ഉണ്ട്. ഇന്തോനേഷ്യയിലെയും തായ്ലൻഡിലെയും പല ക്ഷേത്രങ്ങളും ആദ്യം ഹിന്ദു ക്ഷേത്രങ്ങളായിരുന്നു, പിന്നീട് അത് ബുദ്ധക്ഷേത്രങ്ങളായിട്ട് മാറി. അതുപോലെ ചിലപ്പോൾ ഇന്ത്യയിലും പല ബുദ്ധ വിഹാരങ്ങളും പിൽക്കാലത്ത് ഹൈന്ദവ ക്ഷേത്രങ്ങളായിട്ട് മാറിയിരിക്കാം. ഹൈന്ദവ ക്ഷേത്രങ്ങൾ ബുദ്ധക്ഷേത്രങ്ങളായിട്ട് മാറിയിട്ടുണ്ടാവാം. ജൈന ക്ഷേത്രങ്ങൾ ഹിന്ദു ക്ഷേത്രങ്ങളായിട്ട് മാറിയിട്ടുണ്ടാവാം. പക്ഷേ ഏറ്റവും പുരാതനമായ സംസ്കാരം എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ അത് ഏതാണ്ട് 4500 വർഷം മുതലേ തുടങ്ങിയതാണ്.
നമുക്ക് എവിഡൻസ് വെച്ചിട്ട് അതിന് മുന്നേ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇതിന് മുന്നേ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് ഇന്ന് തെളിവുകളില്ല. അപ്പോൾ ആദ്യമായിട്ട് ആരാധിക്കപ്പെട്ട് തുടങ്ങിയ ഒരു ദൈവം എന്ന നിലയ്ക്ക് കാണുന്നത് ശിവനെയാണ്. ഇപ്പോഴും അത് തുടർന്നു പോകുന്നു. അപ്പോൾ ഒരു വലിയൊരു സംസ്കാരമാണ്, ഏറ്റവും തുടർച്ചയായിട്ട് നിലനിൽക്കുന്ന ഒരു സംസ്കാരമാണിതെന്ന് കാണാൻ കഴിയും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.